2004 ജൂൺ 15 പുലർച്ചെ ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ 5ഓളം ടീമുകൾ കണ്ണിൽ എണ്ണയുമൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും കൺമുന്നിലേക്ക് കടന്നു വന്നേക്കാവുന്ന ഒരു നീല ഇൻഡിക്ക കാറിനു വേണ്ടിയാണ് അവരുടെ കാത്തിരിപ്പ്. നഗരത്തിലെ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ബ്രാഞ്ച് അഥവാ DCBക്ക് ചില രഹസ്യ സോഴ്സുകൾ വഴി ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സംഘം തീവ്രവാദികൾ ചില VVIPകളെ വധിക്കാനുള്ള പദ്ധതിയുമായി അന്ന് രാത്രി നഗരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചേക്കും. അങ്ങനെയൊരു അലർട്ടിന്റെ പുറത്താണ് അന്ന് രാത്രി ക്രൈംബ്രാഞ്ചിന്റെ 1/2 ഡസനോളം കമാൻഡോ യൂണിറ്റുകൾ ഇങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെട്ടത്. DCB ACP ഡോക്ടർ NK അമീൻ ലീഡ് ചെയ്ത 1-ാം നമ്പർ ടീം കാത്തു നിന്നിരുന്ന ജംഗ്ഷനിലേക്ക് നീല നിറത്തിലുള്ള ഒരു ഇൻഡിക്ക കാർ അങ്ങ് ദൂരെ നിന്ന് കടന്നു വരുന്നത് സംഘത്തിലെ ഒരു കോൺസ്റ്റബിളിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അയാൾ ബാക്കി പോലീസുകാരെ വിവരമറിയിക്കുന്നു. ഉടനടി എല്ലാവരും അലേർട്ടാകുന്നു. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിയുക്തരായിരുന്ന ബാക്കി ടീമുകൾക്കെല്ലാം ഞൊടിയിടയിൽ ഈ ലൊക്കേഷനിലേക്ക് വരാനുള്ള നിർദ്ദേശം വയർലെസ് സെറ്റുകൾ വഴി കൈമാറപ്പെടുന്നു. ആ കാർ ഇങ്ങനെ ദൂരെ നിന്ന് അടുത്തടുത്ത് വന്നതും ACP അമീന്റെയും സംഘത്തിന്റെയും ചങ്കിടിപ്പ് 10 ഇരട്ടിയായി. സാമാന്യം വേഗത്തിൽ തന്നെ ഓടിച്ചുകൊണ്ടുവന്ന ആ കാർ ജംഗ്ഷനിൽ നിൽക്കുന്ന ഈ പോലീസ് വാഹനം കണ്ടതും ഒന്ന് പതുക്കെയായി. അത് കണ്ട ടീം 1ന്റെ മാരുതി ജിപ്സി ആ കാറിനു പിന്നാലെ കുതിച്ചു ചെല്ലുന്നു. അപ്പോഴേക്കും അവിടേക്കെത്തിയ മറ്റു പോലീസ് ടീമുകളും ഇതേ കാറിനു പിന്നാലെ വെച്ചുപിടിക്കുന്നു. ഏറ്റവും മുന്നിലായി കുതിച്ചു പാഞ്ഞു പോകുന്ന ഒരു നീല ഇൻഡിക്ക കാർ, അതിനു പിന്നാലെ 5 പോലീസ് ജിപ്സികൾ. ഇതിങ്ങനെ പോയി കോട്ടാർപൂർ വാട്ടർ പാർക്കിനടുത്ത് എത്തിയപ്പോൾ എന്തുകൊണ്ടോ ഇൻഡിക്ക കാറിന്റെ വേഗം ഒരല്പം കുറയുന്നു. അപ്പോഴേക്കും ടീം 1ന്റെ ജിപ്സി ഈ കാറിന് സമാന്തരമായി കുതിച്ചെത്തുന്നു. ആ ജിപ്സിയിലുണ്ടായിരുന്ന കമാൻഡോ മോഹൻ നാൻജിബായ് ഇൻഡിക്ക കാറിന്റെ ഇടതു പിൻ ടയർ ലക്ഷ്യമാക്കി വെടിപൊട്ടിക്കുന്നു. ടയറിന് വെടികൊണ്ടതും കാർ നിയന്ത്രണം വിട്ട് വലത്തേക്ക് തിരിഞ്ഞ് ഡിവൈഡറിൽ തട്ടി നിന്നു പോകുന്നു. ഇൻഡിക്ക കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ ആ കാറിന് മറപിടിച്ച് ഡിവൈഡറിന്റെ സൈഡിൽ നിന്നുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന AK-56 യന്ത്രത്തോക്കുകൊണ്ട് പോലീസിന് നേരെ തുരുതുര വെടിപൊട്ടിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ആത്മരക്ഷാർത്ഥം പ്രത്യാക്രമണം ഉണ്ടാവുന്നു. മിനിറ്റുകളോളം നീണ്ടുനിന്ന ആ ഏറ്റുമുട്ടലിനൊടുവിൽ വെടിയും പുകയുമൊക്കെ നിന്ന് രംഗം ശാന്തമായപ്പോൾ കാണുന്നത് ഇൻഡിക്ക കാറിൽ വന്ന 4 പേരും വെടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ്. 3 പേർ മരിച്ചു കിടക്കുന്നത് കാറിനുള്ളിൽ സീറ്റിലിരിക്കുന്ന കോലത്തിൽ തന്നെയാണ്. നേരത്തെ പുറത്തിറങ്ങിയ ആൾ മാത്രം പുറത്ത് ഡിവൈഡറിനോട് ചേർന്ന് മരിച്ചു കിടക്കുന്നു. ഭീകരവാദികൾ 4 പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ച ശേഷം പോലീസ് സംഘം അവരുടെ ദേഹപരിശോധന നടത്തുന്നു. വണ്ടി ഓടിച്ചയാളുടെ പോക്കറ്റിലെ പേഴ്സിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരുന്ന പേര് ജാവേദ് ഗുലാം മുഹമ്മദ് ഷെയ്ഖ്. ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലിരുന്നത് ഒരു യുവതിയായിരുന്നു. അവരുടെ ദേഹത്തുനിന്ന് കണ്ടെടുത്ത കോളേജ് IDയിൽ കൊടുത്തിരുന്ന പേര് ഇഷ്റത് ജഹാൻ റസ. ബാക്കിയുള്ള 2 പേരിൽ ഒരാൾ അംജദ് അലി, രണ്ടാമൻ സിഷാൻ ജോഹർ. ഇരുവരും പാകിസ്ഥാനിലെ പഞ്ചാബ് സ്വദേശികൾ. ഇവർ സഞ്ചരിച്ചിരുന്ന ഇൻഡിക്ക കാർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച ഗുജറാത്ത് പോലീസിന് അതിനുള്ളിൽ നിന്ന് പല നിർണായക തെളിവുകളും കണ്ടുകിട്ടി. തുറായ കമ്പനിയുടെ ഒരു സാറ്റലൈറ്റ് ഫോൺ, കുറെ റിസ്റ്റ് വാച്ചുകൾ, 3 നോക്കിയ 2100 മൊബൈൽ ഫോണുകൾ, AK-56 യന്ത്രത്തോക്കുകൾ, അതിന്റെ മാഗസിനുകൾ, ഒരു 9mm പിസ്റ്റൽ, പൊതിച്ച തേങ്ങ 30 എണ്ണം, സൾഫർ, യൂറിയ എന്നിവ കൊണ്ടുണ്ടാക്കിയ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഏതാണ്ട് 17 കിലോയോളം. ഇതിനൊക്കെ പുറമെ ഒരു ചെറിയ സൂട്ട് കേസിനുള്ളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ പണമായും പോലീസ് കണ്ടെടുക്കുന്നു. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് അന്നേ ദിവസം തന്നെ, അതായത് 2004 ജൂൺ 15 വൈകിട്ട് 3:40 അടുപ്പിച്ച് ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നു. ഏതാണ്ട് 5 മണിയോടെ ഇൻസ്പെക്ടർ JG പർമാർ അഹമ്മദാബാദ് DCB പോലീസ് സ്റ്റേഷനിൽ ഒരു ഔദ്യോഗിക പരാതി രജിസ്റ്റർ ചെയ്യുന്നു. ആ പരാതിയുടെ FIR കോപ്പി മാധ്യമങ്ങൾക്കും ലഭ്യമാക്കുന്നു. ഈ FIRൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾക്ക് പുറമെ ചില അധിക വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട 4 പേരും പാക് ഭീകര സംഘടനയായ ലഷ്കർ-e തോയ്ബ അഥവാ LTTയുടെ ഫിദായിനുകളാണ്. തേങ്ങയ്ക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ബോംബുണ്ടാക്കി അതുമായി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ തയ്യാറായി വന്നതാണ് ഈ ഭീകര സംഘം. അവരുടെ ആ വരവിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഗുജറാത്ത് DCB നടത്തിയ എൻകൗണ്ടറിനിടയിലാണ് ഈ 4 ഭീകരരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഫൂൾ പ്രൂഫ് എന്ന് തോന്നിക്കുന്ന ഈ പോലീസ് വെർഷനിൽ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ തന്നെ വെളിപ്പെടുന്ന പൊരുത്തക്കേടുകൾ പലതും ഉണ്ടായിരുന്നു.
പോലീസ് പറഞ്ഞ കഥയുടെ വിശ്വാസ്യത വരും നാളുകളിൽ കോടതിയിലും മാധ്യമങ്ങളിലും തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടു. അതോടെ തുടക്കമാവുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കോളിളക്കത്തിനായിരുന്നു. ഇഷ്റത്ത് ജഹാൻ ഫേക്ക് എൻകൗണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ കേസ് ഗുജറാത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയും വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമായി. ഈ കേസിന്റെ പേരിൽ നിരവധി IPSകാർക്ക് IASകാർക്ക് സ്ഥലം മാറ്റം കിട്ടി. പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പിന്നീട് ജയിലിൽ പോകേണ്ടി വന്നു. ഈ ഒരു എൻകൗണ്ടറിന്റെ പേരിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് വലിയ പാർട്ടികൾക്ക്, കോൺഗ്രസിനും BJPക്കും നേർക്കുനേർ പോരാട്ടങ്ങൾ തന്നെ നടത്തേണ്ടി വന്നു. ഇഷ്റത്ത് ജഹാന്റേത് ഇന്ത്യൻ പോലീസിംഗ് ചരിത്രത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ എൻകൗണ്ടർ കൊലയായിരുന്നില്ല. എന്നാൽ ഇളക്കിവിട്ട വിവാദങ്ങളുടെ സങ്കീർണത വെച്ച് നോക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇന്നേക്ക് 21 വർഷം മുമ്പ് ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നടന്ന അതിദുരൂഹമായൊരു ഏറ്റുമുട്ടൽ കൊലപാതകത്തിന്റെ കഥ. അങ്ങനെ ഒരു എൻകൗണ്ടറിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന അന്നു തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചു കളഞ്ഞ വിവാദ കൊടുങ്കാറ്റുകളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ നിന്ന് 12 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഖഗോൽ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് പട്നയിൽ കരാർ ജോലി ചെയ്ത് ഉപജീവനം നയിച്ചിരുന്ന മുഹമ്മദ് ഷമീം റസയുടെയും വീട്ടമ്മയായ ഷമീമ കൗസറിൻ്റെയും 7 മക്കളിൽ രണ്ടാമതായി 1985 ഇഷ്റത്ത് ജഹാൻ റസ ജനിക്കുന്നത്. ഇഷ്റത്തിന് 7 വയസ്സുള്ളപ്പോൾ അവളുടെ കുടുംബം അഭിവൃദ്ധി തേടി മുംബൈ നഗരത്തിലേക്ക് കുടിയേറി പാർക്കുന്നു. മുംബൈയിലെ താനെ ടൗണിൻ്റെ സബർബൻ ഏരിയകളിലൊന്നായ മുംബ്രയിൽ ഹസ്മത് പാർക്ക് ഏരിയയിലുള്ള റഷീദ് കോമ്പൗണ്ടിലെ ഒരു ഫ്ലാറ്റിൽ അവർ താമസം തുടങ്ങുന്നു. മുംബൈയിലെത്തിയ മുഹമ്മദ് ഷമീം റസ ഏഷ്യൻ കൺസ്ട്രക്ഷൻസ് എന്ന പേരിൽ സ്വന്തമായി ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയും ആരംഭിക്കുന്നു. ഇഷ്റത്തിൻ്റെ അമ്മ ഷമീമയ്ക്കാവട്ടെ വാഷിയിലെ ഒരു മെഡിസിൻ പാക്കേജിംഗ് കമ്പനിയിലും അന്ന് ജോലി തരപ്പെടുന്നു. രണ്ടുപേർക്കും തരക്കേടില്ലാത്ത വരുമാനം ഉണ്ടായിരുന്നതുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കഴിഞ്ഞു പോവുകയായിരുന്ന ആ കുടുംബത്തിലേക്ക് 2002 ജൂൺ 2 ഒരു അശനിപാതം ഉണ്ടാകുന്നു. അവിചാരിതമായി എത്തിയ ബ്രെയിൻ ഹാമറേജ് ഇഷ്റത്തിൻ്റെ അച്ഛൻ മുഹമ്മദ് ഷമീം റസയുടെ പ്രാണനെടുക്കുന്നു. അച്ഛൻ മരിക്കുന്ന സമയത്ത് മാട്ടുങ്കയിലെ ഗുരുനാനക് ഖൽസ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഇഷ്റത്ത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില വല്ലാതെ പരുങ്ങല്ലാവുന്നു. ഉമ്മ ഷമീമയുടെ ശമ്പളം ഒന്നുകൊണ്ട് മാത്രം 7 മക്കളുള്ള വീട്ടിൽ കാര്യങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക പ്രയാസമായിരുന്നു. അതുകൊണ്ട് പഠിപ്പിനൊപ്പം ഇഷ്റത്ത് അല്ലറ ചില്ലറ ട്യൂഷൻ എടുപ്പും മറ്റും ചെയ്യാൻ തുടങ്ങി. വീട്ടിനടുത്ത് തന്നെയുള്ള തൻസീമെ വലിതം എന്നു പേരുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ അവിടുത്തെ 12 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് അന്ന് അവൾക്ക് മാസം 700 രൂപ മാത്രമായിരുന്നു പ്രതിഫലമായിട്ട് കിട്ടിയിരുന്നത്. ആ ശമ്പളം വളരെ തുച്ഛമായിരുന്നിട്ടും വേറെ ഒരു വരുമാന മാർഗവും ഇല്ലാതിരുന്നത് കൊണ്ട് അവൾ ആ ജോലിയിൽ തന്നെ തുടർന്നു പോയി. ഒപ്പം അധിക വരുമാനം കിട്ടാൻ വേണ്ടി ഒരു എംബ്രോയ്ഡറി സെൻറ്ററിൽ കൂടി അവൾ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച ശേഷമുള്ള 2 വർഷക്കാലം ഇഷ്റത്ത് ചെലവിടുന്നത് ഇങ്ങനെ പല പല ജോലികളും ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 2004 ഏപ്രിൽ അവസാന വാരത്തിൽ ഇഷ്റത്തിൻ്റെ ഒരു കൂട്ടുകാരിയുടെ സഹോദരൻ റാഷിദ് അവളുടെ വീട്ടിലെത്തി അവളുടെ അമ്മയോട് ഒരു ജോലിക്കാര്യം പറയുന്നു. ഇയാളുടെ അടുത്ത സ്നേഹിതനായിട്ടുള്ള ഒരു ജാവേദ് ഭായി ഉണ്ട്. പെർഫ്യൂം ബിസിനസ്സാണ് ജാവേദ് ഭായിക്ക്. അയാൾക്കൊരു സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. ഇതുപോലെ ഒരു അവസരം ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന വെറും 700 രൂപയല്ല, മാസം 3000 രൂപയാണ് ശമ്പളം. ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നറിയാതിരുന്നത് കൊണ്ട് ഇഷ്റത്തിൻ്റെ അമ്മ ഷമീമയ്ക്ക് ആദ്യം മകളെ അങ്ങനെ ഒരു ജോലിക്ക് വിടുന്നതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത്രയും രൂപ ശമ്പളമായി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ നിലവിലെ പ്രാരബ്ധങ്ങൾക്കിടയിൽ ഒറ്റയടിക്ക് അത് വേണ്ടെന്ന് പറയാനും അവർക്കാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഏതാണ്ട് 7:30 മണിയോടെ അവർ തലോജ ഹോട്ടലിൽ വെച്ച് ഈ ജാവേദ് ഭായിയെ നേരിട്ട് കാണുന്നു. എനിക്ക് ഇഷ്റത്തിൻ്റെ ഉപ്പയുമായി നേരത്തെ തന്നെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് അയാൾ ഷമീമയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. ജാവേദ് ഭായ് കൊടുത്ത ആ ഉറപ്പിൻ്റെ പുറത്ത് അന്ന് 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ മകൾ ഇഷ്റത്തിനെ ആ സെയിൽസ് ഗേൾ ജോലിക്ക് വിടാൻ ഷമീമ സമ്മതം മൂളുന്നു. പിരിയുന്നതിന് മുമ്പ് ജാവേദ് ഒരു കാര്യം കൂടി അന്ന് ഇഷ്റത്തിൻ്റെ ഉമ്മയോട് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ജോലി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മുംബൈക്ക് പുറത്തേക്കും ബിസിനസ് ട്രിപ്പുകൾ ഉണ്ടാകും. അതിന് പക്ഷേ അഡീഷണൽ അലവൻസ് കമ്പനി വേറെ കൊടുക്കും. അതിനും അവർ സമ്മതം മൂളുന്നു. അങ്ങനെ 2004 മെയ് 1 മുതൽ ഇഷ്റത്ത് ജാവേദ് ഭായിയുടെ കമ്പനിയിൽ സെയിൽസ് ഗേളായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. പ്രതിമാസം 3000 രൂപ ശമ്പളം എന്ന പ്രലോഭനത്തിൻ്റെ പുറത്തെടുത്ത ഈ ഒരു തീരുമാനത്തിന് ഇഷ്റത്തിൻ്റെ ഉമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില പക്ഷേ വളരെ വലുതായിരുന്നു. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഈ ജാവേദ് ഭായിയെക്കുറിച്ച് ഒരൽപ്പം പൂർവ്വകാല ചരിത്രം.
സത്യത്തിൽ ഈ ജാവേദ് ഒരു മലയാളിയായിരുന്നു. സ്വദേശം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലുള്ള താമരക്കുളം. പൂർവാശ്രമത്തിലെ പേര് പ്രാണേഷ് കുമാർ പിള്ള. റബ്ബർ കർഷകനായ ഗോപിനാഥ പിള്ളയുടെ മകൻ. നാട്ടിൽ റബ്ബർ കൃഷിയുമായി ഒതുങ്ങിക്കൂടുന്നതിനൊക്കെ മുമ്പ് പൂനെയിൽ ഒരു ഇലക്ട്രിക് ഗുഡ്സ് കമ്പനിയിൽ കുറെ കാലം ജോലി ചെയ്തിരുന്നു ഗോപിനാഥ പിള്ള. അക്കാലത്ത് കുടുംബസമേതം അവർ പൂനെയിൽ തന്നെ ആയിരുന്നു താമസം. 5-6 വർഷം പൂനെയിൽ കഴിഞ്ഞ ശേഷം ഗോപിനാഥ പിള്ള നാട്ടിലുള്ള തൻ്റെ റബ്ബർ തോട്ടം നോക്കാൻ വേണ്ടി ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ പൂനെവാസ കാലത്ത് സാജിദ ഷെയ്ഖ് എന്ന അയൽവക്കത്തെ പെൺകുട്ടിയുമായി തൻ്റെ മകൻ പ്രാണേഷ് പ്രണയത്തിലായിരുന്നു എന്ന കാര്യം ഗോപിനാഥ പിള്ള അറിയുന്നത് ഏറെ വൈകിയാണ്. പിന്നീട് എപ്പോഴോ മുംബൈയിൽ ഒരു മാനേജർ ജോലി കിട്ടിപ്പോയ പ്രാണേഷ് ഒരു ഘട്ടത്തിൽ വീട്ടുകാരുമായിട്ട് അകന്നു തുടങ്ങി. അയാൾ അവധിക്ക് നാട്ടിൽ വരാതെയായി. വീട്ടുകാരെ ഫോൺ ചെയ്യുന്നത് പോലും മുടങ്ങി തുടങ്ങി. പിന്നീട് പരിചയക്കാരോ വഴിക്ക് ഗോപിനാഥ പിള്ള ഒരു കാര്യം അറിയുന്നു. തൻ്റെ മകൻ പ്രാണേഷ് കുമാർ കാമുകി സാജിദ ഷെയ്ഖിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ച് ജാവേദ് ഗുലാം മുഹമ്മദ് ഷെയ്ഖായി മാറിയിരിക്കുന്നു. സാജിദയിൽ ജാവേദ് ഷെയ്ഖിന് തുടർന്നുള്ള വർഷങ്ങളിൽ 3 കുഞ്ഞുങ്ങളും ജനിക്കുന്നുണ്ട്. ഈ കുട്ടികളെയും കൊണ്ട് 1-2 വട്ടം ജാവേദ് നാട്ടിൽ ചെന്ന് അമ്മയും അച്ഛനെയും കാണുന്നുമുണ്ട്. എന്നാലും താമസം പ്രധാനമായും പൂനെയിൽ തന്നെ ആയിരുന്നു. പൂനെയിലും മുംബൈയിലും ദുബൈയിലുമൊക്കെയായി പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് അയാൾ ജീവിച്ചത്. ഇത്രയുമാണ് ജാവേദ് ഷെയ്ഖിന്റെ പൂർവ്വകാല ചരിത്രം. ഇനി ഇഷത് ജഹാനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2004 മെയ് 1-ാം തീയതി ഇഷത് ജഹാൻ ജാവേദ് ഗുലാം ഷെയ്ഖിന്റെ കമ്പനിയിൽ ഒരു സെയിൽസ് ഗേളായിട്ട് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് ആദ്യ മാസത്തിൽ തന്നെ പൂനെയിൽ ലക്നൗ എന്നിങ്ങനെ 2 ഔട്ട് ഓഫ് സ്റ്റേഷൻ ട്രിപ്പുകൾക്ക് ഇഷത്തിന് പോകേണ്ടി വരുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട ഈ 2 ട്രിപ്പുകൾക്ക് ശേഷം മടങ്ങി വരുന്ന ഇഷത്ത് അമ്മ ഷമീമയുടെ കയ്യിൽ അന്ന് 2500 രൂപ വെച്ചു കൊടുക്കുന്നു. അടുത്ത മാസം ജൂൺ 10-ാം തീയതി വീണ്ടും ഒരു സെയിൽസ് ട്രിപ്പ് ഉണ്ട്, നാളെ പോകണമെന്ന് ഇഷത്ത് അമ്മയോട് പറയുന്നു. ഇത്തവണ പക്ഷേ ഷമീമ ഇടയുന്നു. അന്യപുരുഷനാണ് ജാവേദ്. ഇങ്ങനെ ഒരു പരിചയവുമില്ലാത്ത പുരുഷന്മാർക്കൊപ്പം ദൂരദിക്കുകളിലേക്ക് തനിച്ച് യാത്ര ചെയ്യുന്നതും അവരോടൊപ്പം താമസിക്കുന്നതുമൊക്കെ മകൾക്ക് ദുഷ്പേരുണ്ടാക്കും എന്നായിരുന്നു അവരുടെ ആശങ്ക. ഈ ട്രിപ്പിന്റെ പേരിൽ അന്ന് വീട്ടിൽ വലിയ കലഹമുണ്ടാവുന്നു. അടുത്ത ദിവസം, അതായത് ജൂൺ 11-ാം തീയതി പുലർച്ചെ അമ്മയുടെ വിസമ്മതം മാനിക്കാതെ ആരോടും ഒന്നും പറയാതെ തന്നെ ഇഷത്ത് വീട് വിട്ടിറങ്ങുന്നു. രാവിലെ 11 മണി കഴിഞ്ഞപ്പോൾ മാത്രമാണ് മകളുടെ ഫോൺ ഷമീമയ്ക്ക് വരുന്നത്. താൻ ജാവേദ് ഭായിക്കൊപ്പം ഒരു ഔട്ട് ഓഫ് സ്റ്റേഷൻ ബിസിനസ് ട്രിപ്പിന് വന്നതാണ് എന്ന് അപ്പോൾ മാത്രമാണ് അവൾ ഉമ്മയെ അറിയിക്കുന്നതും. തുടക്കത്തിൽ മകളുടെ ഈ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഉമ്മ കോപിച്ച് അവളെ ശകാരിക്കുന്നുണ്ട് എങ്കിലും ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ കോംപ്രമൈസ് ആവുന്നു. ഇഷത് ജഹാൻ എന്ന 19-കാരി തൻ്റെ അമ്മയുമായി നടത്തിയ അവസാനത്തെ ഫോൺ കോളായിരുന്നു അത്. അതിനുശേഷം ഒരിക്കൽ പോലും അമ്മയെ വിളിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവിടെ ഷമീമ കൗസർ തൻ്റെ മകൾ ഇഷത് ജഹാനെ ഫോണിൽ കിട്ടാതെ വെരുകിനെ പോലെ നടക്കുമ്പോൾ മുംബൈ നഗരത്തിൽ നിന്നൊക്കെ എത്രയോ ദൂരെ അങ്ങ് കശ്മീരിൽ ലോക്കൽ പോലീസ് ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഒരു രഹസ്യ ഓപ്പറേഷനിലായിരുന്നു. ഈ ഓപ്പറേഷൻ പൂർത്തിയായപ്പോൾ LETയുടെ ഒരു ഓപ്പറേറ്റീവ് ആയിട്ടുള്ള എഹ്സാൻ ഇലാഹിയെ അവർ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിരുന്നു. അയാളുടെ ദേഹം പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കത്ത് കിട്ടുന്നു. അത് ഒരു സാധാരണ കത്തല്ലായിരുന്നു, ഒരു ഇൻഫർമേഷൻ ഖനി തന്നെയായിരുന്നു. ആ ലെറ്റർ ജമ്മു കശ്മീർ പോലീസ് നേരെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കൈമാറുന്നു. കത്ത് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ IBക്ക് കുറേയധികം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കിട്ടിയ വിവരങ്ങൾ വെച്ച് IB അവരുടെ സ്റ്റേറ്റ് ലെവൽ വിങ് ആയിട്ടുള്ള SIB അഥവാ സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോയുടെ ഗുജറാത്ത് ഘടകത്തെ ബന്ധപ്പെടുന്നു. ഗുജറാത്ത് SIBക്ക് കേന്ദ്രത്തിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു ഇന്റൽ ഇൻപുട്ടാണ് അപ്പോൾ കിട്ടുന്നത്. വിവരം ഇങ്ങനെയായിരുന്നു. അന്നത്തെ BJPയുടെ 2 പ്രധാന നേതാക്കൾ, ഒന്ന് 2004 മെയ് ഇലക്ഷനിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ LK അദ്വാനി, 2 അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. ഇവർ 2 പേരും LETയുടെ റെഡ് ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർക്ക് 2 പേർക്കും നേരെ സുസംഘടിതമായിട്ടുള്ള കൊലപാതക ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെങ്ങാനും BJP ജയിക്കുകയാണെങ്കിൽ വോട്ടർമാരോടുള്ള നന്ദി സൂചകമായി ജഗന്നാഥ് രഥയാത്ര നടത്തുമെന്ന് അദ്വാനി പ്രഖ്യാപിച്ചിരുന്നു. ഈ യാത്രയിൽ അദ്വാനിക്കൊപ്പം CM മോദിയും പങ്കെടുക്കും. ഈ യാത്രയിൽ വെച്ച് ഇരുവർക്കും നേരെ വധശ്രമമുണ്ടാകും. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് LET ഓപ്പറേറ്റീവുകളുടെ ഒരു സംഘം ഗുജറാത്ത് പരിസരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു IBയുടെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ പുറത്ത് സ്റ്റേറ്റ് IB അവരുടെ ജാഗ്രത ഇരട്ടിപ്പിക്കുന്നു. 2004 ജൂൺ 14-ാം തീയതി രാത്രി 11 മണിയോടെ ഗുജറാത്ത് പോലീസിന്റെ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ബ്രാഞ്ച് അഥവാ DCBയുടെ ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള PP പാണ്ഡേക്ക് അദ്ദേഹത്തിന്റെ രഹസ്യ സോഴ്സുകളിൽ ഒന്നിൽ നിന്ന് ഒരു വിളി വരുന്നു. LETയുടെ പാകിസ്ഥാനി ഫിദായിനുകളിൽ ചിലർ MH02JA4786 എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു ബ്ലൂ ഇൻഡിക്ക കാറിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കയറ്റി അഹമ്മദാബാദ് ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ചിലപ്പോൾ ഈ സംഘം അഹമ്മദാബാദ് നഗരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്.
ഇങ്ങനെ ഒരു വിവരം അറിയുമ്പോഴേക്കും പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള DG വൻസാര ഒരു മീറ്റിംഗ് നടത്തി ഈ ബ്ലൂ ഇൻഡിക്ക കാറിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് സംഭവിച്ചുവെന്ന് പോലീസ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലക്കം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു വച്ചത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ നിരത്തിയ ആദ്യഘട്ട വിശദീകരണത്തിൽ പക്ഷേ കാര്യങ്ങൾ നിൽക്കുന്നില്ല. എൻകൗണ്ടർ കേസുകളിൽ സ്വതവേ ഉണ്ടാകാറുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഔട്ട്ക്രൈ ഇഷ്റത്ത് ജഹാൻ കേസിലും ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ഗുജറാത്ത് പോലീസ് വകുപ്പുതല അന്വേഷണവും ആരംഭിക്കുന്നു. അന്ന് പോലീസിന്റെ ഇന്റേണൽ എൻക്വയറി ലീഡ് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് വനിതാ സെൽ ACP പരീക്ഷിത ഗുർജറാണ്. എന്നാൽ ഇത്തരം കേസുകളിൽ, അതായത് പോലീസിന്റെ ആക്ഷൻ കാരണം പൊതുജനങ്ങളിൽ ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടാകുന്ന കേസുകളിൽ തുടർ നടപടിക്രമത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഡയറക്റ്റീവ് ഉണ്ട്. പോലീസിന്റെ അന്വേഷണത്തിനോടൊപ്പം തന്നെ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം കൂടി നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം. ഇഷ്റത്ത് ജഹാൻ എൻകൗണ്ടർ കേസിലും ഒരു SDM ലെവൽ എൻക്വയറിക്ക് കൂടി ഉത്തരവിറങ്ങുന്നു. ഈ SDM എൻക്വയറി പിന്നീട് അങ്ങോട്ട് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ കാണും. ഇഷ്റത്തിന്റെ എൻകൗണ്ടർ നടക്കുന്നത് ഗുജറാത്തിലാണ്. ആദ്യ ദിവസങ്ങളിൽ ബോംബെയിലെ പത്രങ്ങളിൽ ഈ എൻകൗണ്ടർ സംബന്ധിച്ച കാര്യമായ വിവരങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മുംബൈയിലെ ഇൻകുലാബ് എന്നു പേരുള്ള ഒരു ലോക്കൽ പത്രം ഒരു ചെറിയ പണി ഒപ്പിക്കുന്നു. അതിൻ്റെ ഒരു കബ് റിപ്പോർട്ടർ ഇഷ്റത്ത് ജഹാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവരോട് എൻകൗണ്ടറിന്റെ കാര്യമോ അതിൽ ഇഷ്റത്ത് കൊല്ലപ്പെട്ട കാര്യമോ ഒന്നും അയാൾ പറയുന്നില്ല. താൻ വന്നിരിക്കുന്നത് ഇഷ്റത്തിന്റെ കോളേജിൽ നിന്നാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ വേണ്ടി മകളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അവർക്ക് സംശയമൊന്നും തോന്നിയില്ല. മകൾ ഇങ്ങനെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട വിവരമൊന്നും അവർ അപ്പോൾ അറിഞ്ഞിട്ടുമില്ല. ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അവർ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഈ റിപ്പോർട്ടറുടെ പക്കൽ കൊടുത്തുവിടുന്നു. അടുത്ത ദിവസം ഇതേ ഫോട്ടോ ഇൻകിലാബ് പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ കണ്ടുകൊണ്ടാണ് മുംബൈ നഗരം ഉണരുന്നത്. ബന്ധുക്കളിൽ ആരോ വഴിക്ക് ആ പത്രം കണ്ടപ്പോൾ മാത്രമാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നോട് ഫോണിൽ സംസാരിച്ച മകൾ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വിവരം ഷമീമ അറിയുന്നത്. പത്രത്തിൽ കണ്ടതൊന്നും തന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് ബന്ധുമിത്രാദികൾ അവരുടെ വീട്ടിൽ തടിച്ചു കൂടാൻ തുടങ്ങി. ലോക്കൽ പോലീസും ചോദ്യം ചെയ്യാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്നെത്തി. ഗുജറാത്തിൽ ഈ സമയം വളരെ കലാപ കലുഷിതമായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2002 വർഗീയ കലാപത്തിന് മുറിവുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ പ്രത്യാക്രമണങ്ങൾ, എൻകൗണ്ടർ കില്ലിങ്ങുകൾ തുടങ്ങിയവ നിത്യേന എന്നോണം അവിടെ നടക്കുന്ന കാലമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരൻ എന്ന് ആരോപിച്ച് പല മിലിറ്റന്റ് ഇസ്ലാമിക് ഗ്രൂപ്പുകളും അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് വധശ്രമങ്ങൾക്ക് മുതിരുന്നുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ നടക്കുന്ന പല ശ്രമങ്ങളും തങ്ങൾ എൻകൗണ്ടറിലൂടെ നിർവീര്യമാക്കിയെന്നും പോലീസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കണക്ക് പറയുകയാണെങ്കിൽ 2003-നും 2005-നും ഇടയിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ളത് 21 എൻകൗണ്ടർ കൊലപാതകങ്ങളാണ്. എന്നാൽ പോലീസിന്റെ ഈ എൻകൗണ്ടറുകളിൽ പലതും വ്യാജമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഗുജറാത്തിലെ ചില മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത് വന്നു. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള ബോധപൂർവമായ ഗൂഢാലോചന എന്നാണ് ഈ എൻകൗണ്ടറുകളെ അവർ വിശേഷിപ്പിച്ചത്. ഈ എൻകൗണ്ടറുകൾക്കൊക്കെയും കൃത്യമായ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടായിരുന്നു. പുലർച്ചെയാണ് ഈ എൻകൗണ്ടറുകളെല്ലാം തന്നെ നടക്കുക. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ വെച്ചായിരിക്കും പോലീസും തീവ്രവാദികളും തമ്മിൽ കോർക്കുക. ഇരുകൂട്ടരും തമ്മിൽ തുരുതുര വെടിവെപ്പ് നടന്നിട്ടുണ്ടാവുമെങ്കിലും ഒരു പോലീസുകാരന് പോലും വെടിവെപ്പിൽ പരിക്കുണ്ടാവില്ല. ഇങ്ങനെ പല വിമർശനങ്ങളും അന്ന് ഗുജറാത്ത് പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. അല്ലെങ്കിൽ തന്നെ കലുഷിതമായി നിന്ന ഗുജറാത്തിലെ ആ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായി ഇഷ്റത്ത് ജഹാൻ എൻകൗണ്ടർ കേസ് കൂടി വന്നപ്പോൾ അത് നാടിനെ ആകെ ഇളക്കി മറിക്കുന്നു. NCP നേതാവായ വസന്ത് ഡാവ്കറെ അന്ന് ഇഷ്റത്തിന്റെ അമ്മ ഷമീമയെ കണ്ട് അവരുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് വെച്ചു കൊടുക്കുന്നു. സമാജ്വാദി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ അബു ആസ്മി അടക്കമുള്ള പലരും നിയമ പോരാട്ടത്തിനും അവരെ നിർബന്ധിക്കുന്നു. ആ 19-കാരിയെ ഖബറടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അന്ന് ബോംബെയിലെ അവരുടെ വീട്ടിലേക്ക് വന്നെത്തിയത് 10,000-ഓളം പേരാണ്. ഈ വിഷയം ഇന്ത്യയിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അങ്ങ് പാകിസ്ഥാനിൽ ലഷ്കർ-ഇ-തൊയ്യബയുടെ മൗത്ത് പീസ് ആയിട്ടുള്ള ഗസ്വ ടൈംസിൽ ഇഷ്റത്ത് ജഹാനെ LETയുടെ വനിതാ ഓപ്പറേറ്റീവ് എന്ന് പരാമർശിക്കുന്ന, അവരെ ഷഹീദ് എന്ന് വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം അച്ചടിച്ചു വരുന്നു. ഈ ലേഖനം പുറത്തു വന്നതോടെ ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം നേരെ തിരിയുന്നു. തീവ്രവാദിയുടെ കുടുംബത്തിന് സഹായധനം അനുവദിച്ച വസന്ത് ഡാവ്കറയുടെ പിന്നാലെ സകല മാധ്യമങ്ങളും കൂടുന്നു. വിവാദങ്ങൾ കടുത്തതോടെ ഇഷ്റത്തിന്റെ അമ്മയ്ക്ക് നേരത്തെ കൊടുത്തിരുന്ന 1 ലക്ഷം രൂപയുടെ ചെക്ക് തിരിച്ചു വാങ്ങാൻ ഡാവ്കറെ നിർബന്ധിതനാവുന്നു. എന്നാൽ ഇങ്ങനെയൊരു പ്രസ്താവം LETയുടെ പക്ഷത്തു നിന്നുണ്ടായിരുന്നിട്ടും ഷമീമയുടെ കൺവിക്ഷന് കുറവൊന്നും ഉണ്ടാവുന്നില്ല. എൻ്റെ മകളെ എനിക്കറിയാം, അവൾക്ക് ഒരിക്കലും ഒരു ടെററിസ്റ്റ് ആവാൻ സാധിക്കില്ല എന്ന തൻ്റെ നിലപാടിൽ തന്നെ അവർ അടിയുറച്ചു നിൽക്കുന്നു. അവർ ഇഷ്റത്തിനു വേണ്ടി ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഒരു സ്പെഷ്യൽ ക്രിമിനൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നു. സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല. ഈ വ്യാജ ഏറ്റുമുട്ടൽ കേസിന്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ CBIക്ക് വിടണമെന്ന് അവർ കോടതിയെ ബോധിപ്പിക്കുന്നു.
2004 ജൂൺ 15-നാണ് ഇഷ്റത് ജഹാൻ കൊല്ലപ്പെടുന്നത്. 2005 നവംബർ 26-ന് അത്ര തന്നെ വിവാദാസ്പദമായിട്ടുള്ള മറ്റൊരു എൻകൗണ്ടർ, സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് എൻകൗണ്ടർ നടക്കുന്നു. ഈ സൊഹ്റാബുദ്ദീൻ കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള പോലീസ് ഓഫീഷ്യൽസ് DG വൻസാര, NK അമീൻ, രാജ്കുമാർ പാണ്ഡ്യൻ എന്നിവർ തന്നെയാണ് ഇഷ്റത് ജഹാൻ കേസിലും സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്നത്. സൊഹ്റാബുദ്ദീൻ കേസിൽ ഗുജറാത്ത് ഗവൺമെന്റിനും ലോക്കൽ പോലീസിനും തുടക്കത്തിൽ കാര്യമായ തിരിച്ചടികൾ കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നപ്പോൾ ഇഷ്റത് ജഹാന്റെ കേസിൽ അമ്മ ഷമീമയുടെ വാദങ്ങൾക്ക് വീണ്ടും സാധുതയേറുന്നു. ഈ കേസിൽ അവർക്കുണ്ടായിരുന്ന പൊതുജന പിന്തുണയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അതുവരെ ഇഷ്റത് ജഹാൻ തങ്ങളുടെ ഓപ്പറേറ്റീവാണ്, ഷഹീദാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ലഷ്കർ മലക്കം മറിഞ്ഞു. പാകിസ്ഥാനിലെ ജമാഉദ്ദാവ എന്ന പ്രോ ലഷ്കർ സംഘടന ഇഷ്റത്തിന്റെ അമ്മ ഷമീമയോട് മകളെ തങ്ങളുടെ ഓപ്പറേറ്റീവ് എന്ന് വിശേഷിപ്പിച്ചതിന് മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു പരാമർശമുണ്ടായത് അശ്രദ്ധ കൊണ്ടാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു ലഷ്കറിന്റെ സ്റ്റേറ്റ്മെന്റ്. ലഷ്കറിന്റെ ഈ ക്ഷമാപണത്തിന്റെ ടൈമിംഗ് വളരെ നിർണായകമായിരുന്നു. അത് വന്നത് ഗോപിനാഥ പിള്ള തന്റെ മകൻ പ്രാണേഷ് പിള്ളയെ ഗുജറാത്ത് പോലീസ് വ്യാജ ഏറ്റുമുട്ടൽ നടത്തി കൊന്നതാണ്, കേസന്വേഷണം CBI ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മാത്രം മുമ്പാണ്. ഇങ്ങനെ ഒരു അപ്പോളജി ലഷ്കറിന്റെ ഭാഗത്തുനിന്ന് വന്ന് അധികം വൈകാതെ തന്നെ ഈ കേസ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഇഷ്റത് ജഹാന്റേത് ഒരു കസ്റ്റോഡിയൽ ഡെത്താണ്, നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഷമീമ കോസർ സമർപ്പിച്ച ഹർജിയിൽ കോടതി വാദം കേൾക്കാൻ തയ്യാറാവുന്നു. ശേഷം കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ കേസിൽ ഒരു നിർദ്ദേശം നൽകുന്നു. നാട്ടിൽ ലഭ്യമായ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി ഈ സംഭവത്തിന്റെ ഫാക്ച്വൽ പൊസിഷൻ അന്വേഷിച്ച് കണ്ടെത്തണം. അത് വ്യക്തമാക്കുന്ന ഒരു അഫിഡവിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ കോടതി സമക്ഷം സമർപ്പിക്കുകയും വേണം. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് P. ചിദംബരമായിരുന്നു. അദ്ദേഹം ഈ അഫിഡവിറ്റിന്റെ ചുമതല തന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണിയെ ഏൽപ്പിച്ചു. ഈ ഒരു സത്യവാങ്മൂലത്തിൽ മണി പറഞ്ഞു വെച്ച കാര്യങ്ങൾ പലരുടെയും ഉറക്കം കെടുത്താൻ ത്രാണിയുള്ളതായിരുന്നു. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല വിവരങ്ങളും അടങ്ങിയ ഈ അഫിഡവിറ്റ് അധികം വൈകാതെ തന്നെ അഹമ്മദാബാദ് ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഡയറക്റ്റീവ് പ്രകാരം SDM ലെവലിൽ കൂടി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. 2009 ഓഗസ്റ്റ് 12 ഇതിന്റെ ചുമതല മജിസ്ട്രേറ്റ് SP തമാങ്ങിന് നൽകപ്പെട്ടു. ഇങ്ങനെ SDMന് അന്വേഷണ ചുമതല വന്നത് CRPCയുടെ സെക്ഷൻ 176 അനുസരിച്ചാണ്. ഈ വകുപ്പ് പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് അന്വേഷിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട് എന്നാണ്. ഈ വകുപ്പ് പക്ഷേ മജിസ്ട്രേറ്റിൽ അർപ്പിക്കുന്ന ഉത്തരവാദിത്വം മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്നത് മാത്രമാണ്. ഇങ്ങനെ ഒരു ചുമതല കിട്ടി അടുത്ത 25 ദിവസത്തോളം മജിസ്ട്രേറ്റ് SP തമാങ് വിശദമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. കാര്യമായി കേസ് പഠിച്ച ശേഷം അദ്ദേഹം സെപ്റ്റംബർ 7 243 പേജുള്ള തന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്ന പാടെ നാട്ടിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടാവുന്നു. ഇഷ്റത് ജഹാൻ അടക്കമുള്ള 4 പേരെയും പോലീസ് വ്യാജ ഏറ്റുമുട്ടൽ നടത്തി കൊന്നു തള്ളിയതാണ് എന്ന് തന്റെ റിപ്പോർട്ടിൽ ജസ്റ്റിസ് SP തമാങ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ എഴുതി വയ്ക്കുന്നു. തന്റെ ആ നിഗമനത്തിന് ഉപോത്ബലകമായിട്ട് നിർണായകമായിട്ടുള്ള പല നിരീക്ഷണങ്ങളും ജസ്റ്റിസ് തമാങ് തന്റെ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ നിരീക്ഷണം, പോലീസ് തങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ടീം 1ലെ കമാൻഡോ ഇൻഡിക്ക കാറിന്റെ ഇടത്തെ പിൻ ടയറിൽ വെടിവെച്ചപ്പോൾ ആ കാർ വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു എന്ന് ഡിവൈഡറിൽ ഇടിച്ചു നിന്നു എന്നാണ്. ആസ് പെർ ഫിസിക്സ്, നേർരേഖയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ ഇടത്തെ പിൻ ടയറിൽ വെടി കൊള്ളുകയാണെങ്കിൽ അത് വെട്ടിത്തിരിയേണ്ടത് ഇടത്തേക്കാണ്, വലത്തേക്കല്ല. അപ്പോൾ പോലീസിന്റെ ക്ലെയിം തെറ്റാണ്, അത് വ്യാജമാണ്. ജസ്റ്റിസ് തമാങ് എടുത്തു പറഞ്ഞ മറ്റൊരു വൈരുദ്ധ്യം, പോലീസ് പറയുന്നത് ഭീകരവാദികൾ AK-56 കൊണ്ട് വെടിയുതിർത്തു എന്നാണ്. എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒരിടത്തും AK-56 യന്ത്രത്തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടകളുടെ കാലി ഷെല്ലുകൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്നുള്ള പരാമർശമില്ല. അതുപോലെ ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള കേസുകളിൽ പ്രതികൾ വെടിയുതിർത്തോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി FSL ഒരു ഹാൻഡ് വാഷ് ടെസ്റ്റ് നടത്താറുണ്ട്. ഈ കേസിലെ പ്രതികളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും വെടിയുണ്ടകളിൽ നിന്ന് പറ്റിയിട്ടുണ്ടാവേണ്ട ഗൺഷോട്ട് റെസിഡ്യൂസ് കണ്ടെത്തിയിട്ടില്ല. അതായത് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട ഒരാളും AK-56 പോയിട്ട് ഒരു നോർമൽ റിവോൾവർ പോലും സീൻ ഓഫ് ക്രൈമിൽ വെച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം. ഇതിനൊക്കെ പുറമെ പഞ്ചനാമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇൻഡിക്ക കാറും പോലീസ് ജിപ്സിയും തമ്മിൽ 33 അടി ദൂരം ഉണ്ടായിരുന്നു എന്നാണ്. ഇത്രയും ദൂരെ നിന്നാണ് വെടിപൊട്ടിയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ 6 ഡോക്ടർമാരുടെ ഒരു പാനൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പറയുന്നത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 4 പേരുടെയും ദേഹത്ത് കാണപ്പെട്ട വെടിയേറ്റ മുറിപ്പാടിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്നാണ്. എൻട്രി വൂണ്ട് ചെറിയ വലുപ്പത്തിലും എക്സിറ്റ് വൂണ്ട് വലുതായിട്ടുമാണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് പോലീസ് ഇവരെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് എന്നാണ്.
അതുപോലെ വെടിയുതിർക്കപ്പെട്ടു എന്ന് പോലീസ് പറയുന്ന ഡയറക്ഷൻ പോലും തെറ്റാണ് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വെളിപ്പെടുന്നു. പോലീസ് പറയുന്നത് നേർക്കുനേർ നിന്ന് വെടിവെക്കുകയായിരുന്നു പരസ്പരം എന്നാണ്. വെടിയേറ്റ മുറിവുകളുടെ സ്ഥാനം വെച്ച് മുകളിൽ നിന്നാണ് പ്രതികൾക്ക് നേരെ വെടിയുതിർക്കപ്പെട്ടിട്ടുള്ളത്. അതും അങ്ങോട്ട് യോജിച്ചു പോകുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ജാവേദിന്റെയും സീഷാന്റെയും ദേഹത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ബുള്ളറ്റ് ഏതോ AK-56 യന്ത്രത്തോക്കിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ പോലീസ് ടീമിന്റെ പക്കൽ ഉണ്ടായിരുന്നത് AK-47 യന്ത്രത്തോക്കുകളും പിന്നെ സർവീസ് റിവോൾവറുകളും മാത്രമാണ്. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് സ്വയം വെടിവെക്കുകയോ അല്ലെങ്കിൽ പരസ്പരം വെടിവെക്കുകയോ ചെയ്തോ? പോലീസിന്റെ റിപ്പോർട്ടിന് നിരക്കാത്ത മറ്റൊരു കാര്യമുള്ളത്, കൊല്ലപ്പെട്ട ജാവേദ് ഷെയ്ഖിന്റെ ആമാശയത്തിൽ 150 cc ദഹിക്കാത്ത ഭക്ഷണം മൂങ് ദാൽ ഉണ്ടായിരുന്നു. അതുപോലെ കൊല്ലപ്പെട്ട മറ്റൊരാളുടെ വയറ്റിൽ 200 cc പാതി ദഹിച്ച ചോറ് ഉണ്ടായിരുന്നു. ഈ രണ്ട് ഭക്ഷണങ്ങളും സ്വതവേ രാത്രിയിൽ കഴിക്കുന്നവയാണ്. ആ ഭക്ഷണം ദഹിക്കാതെ അല്ലെങ്കിൽ പാതി ദഹിച്ച അവസ്ഥയിൽ ഇവരുടെ വയറ്റിൽ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്ന ടൈം ഓഫ് ഒക്കറൻസ് ഓഫ് ക്രൈമിനൊക്കെ എത്രയോ നേരത്തെ തന്നെ ഇവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം. ഇതുപോലെ നിരവധി വൈരുദ്ധ്യങ്ങൾ ജസ്റ്റിസ് തമാങ് തൻ്റെ റിപ്പോർട്ടിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത് DG വൻസാര, GL സിംഗാൽ, NK അമീൻ തുടങ്ങി 20ഓളം ഗുജറാത്ത് പോലീസ് ഓഫീസർമാരുടെ അറിവോടെയും സമ്മതത്തോടെയും വ്യാജ ഏറ്റുമുട്ടൽ നടത്തി എന്നാണ്. ജസ്റ്റിസ് തമാങ്ങിനെ പോലെ നീതിമാനെന്ന് ഖ്യാതി ആർജിച്ചിട്ടുള്ള ഒരു ന്യായാധിപൻ സമർപ്പിച്ച നിർണായകമായ ഈ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഗുജറാത്ത് ഭരിച്ചിരുന്ന BJP ഗവൺമെന്റും സംസ്ഥാനത്തെ പോലീസ് സംവിധാനവും അടപടലം പ്രതിരോധത്തിലായി. ഗുജറാത്ത് സർക്കാർ ഈ റിപ്പോർട്ടിനെ പ്രതിരോധിക്കാൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ജസ്റ്റിസ് SP തമാങ്ങിന് ഈ റിപ്പോർട്ടിൽ അദ്ദേഹം ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ലീഗൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് മാത്രമാണ്. CRPC സെക്ഷൻ 176 പ്രകാരമാണ് ജസ്റ്റിസ് തമാങ്ങിന് അന്വേഷിക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടുള്ളത്. അതുപ്രകാരം അദ്ദേഹം ആകെ അന്വേഷിച്ച് കണ്ടെത്താനുള്ളത് മരിച്ചവരുടെ കോസ് ഓഫ് ഡെത്ത് അഥവാ മരണ കാരണം മാത്രമാണ്. അതുകൊണ്ട് ജസ്റ്റിസ് തമാങ് തൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏരിയയുടെ പുറത്ത് നിന്നാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഗുജറാത്ത് സർക്കാർ വാദിച്ചു. ഈ വാദങ്ങളെ കോടതിക്കും പ്രഥമദൃഷ്ട്യാ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്നു. അതോടെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ, അതായത് 2009 സെപ്റ്റംബർ 29 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ രണ്ടാമത്തെ ഒരു അഫിഡവിറ്റ് കൂടി സമർപ്പിക്കുന്നു. ജസ്റ്റിസ് തമാങ്ങിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അഫിഡവിറ്റ് എന്നും കോൺഗ്രസ് ഗവൺമെന്റ് കോടതിയിൽ ബോധിപ്പിക്കുന്നു. ഈ പുതിയ അഫിഡവിറ്റിൽ പക്ഷേ ഇഷ്റത് ജഹാനെ LET ഓപ്പറേറ്റീവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2010 ജൂണിൽ മറ്റൊരു നിർണായക സംഭവ വികാസം ഉണ്ടാവുന്നു. മുംബൈ ഭീകരാക്രമണ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ടെററിസ്റ്റ് അമേരിക്കയിൽ പിടിയിലായപ്പോൾ അയാളെ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA വീഡിയോ കോൺഫറൻസിംഗ് വഴി ചോദ്യം ചെയ്യാൻ ഒരു അവസരം സിദ്ധിക്കുന്നു. ഈ ചോദ്യം ചെയ്യലിൽ അവരോട് ഹെഡ്ലി ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. 2005 സക്കീർ റഹ്മാൻ ലഖ്വി എന്ന ലഷ്കർ നേതാവ് ഇയാൾക്ക് മുസമ്മിൽ ഭട്ട് എന്നൊരു സീനിയർ ലഷ്കർ ഓപ്പറേറ്റീവിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കിടയിൽ മുസമ്മിൽ ലഖ്വിയോട് ഒരു ലേഡി ഫിദായിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അന്ന് ആ സംഭാഷണം പുരോഗമിക്കെ ഹെഡ്ലി ലഖ്വിയോട് ആ സ്ത്രീയുടെ പേര് ചോദിച്ചിരുന്നു. അന്ന് ലഖ്വി പറഞ്ഞ പേര് ഇഷ്റത് ജഹാൻ എന്നായിരുന്നു അത്രേ. മുസമ്മിൽ ഭട്ടിന്റെ ഏറ്റവും പുതിയ റിക്രൂട്ടാണ് ഈ സ്ത്രീ എന്നും അന്ന് ലഖ്വി തന്നോട് പറഞ്ഞതായിട്ട് ഹെഡ്ലി NIA ഓഫീസർമാരോട് വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ NIA സംഘം ഹെഡ്ലിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ചിദംബരത്തിന്റെ ഓഫീസിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞ ഇഷ്റത് ജഹാനെ കുറിച്ചുള്ള പരാമർശവും ഉണ്ടായിരുന്നു. NIA റിപ്പോർട്ടിലെ ഇഷ്റത് ജഹാനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഹിയർസേ അഥവാ കേട്ടുകേൾവിയാണ്, എവിഡൻസ് എന്ന നിലയ്ക്ക് ഇതിനെ പരിഗണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിദംബരത്തിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ കാരണം അത് റിപ്പോർട്ടിൽ നിന്ന് നീക്കിയെന്ന് പിന്നീട് RVS മണി തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് ഇടപെട്ട് NIA റിപ്പോർട്ടിൽ നിന്ന് ഇഷ്റത് ജഹാന്റെ പേര് നീക്കി എന്ന ഈ വാർത്ത പിന്നീട് ഇന്ത്യൻ മീഡിയ കാര്യമായി തന്നെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം അമേരിക്കൻ ഗവൺമെന്റിന്റെ അറ്റാഷയുടെ കത്ത് ചോർന്നപ്പോഴും ഇതേ ആക്ഷേപം മാധ്യമങ്ങളിൽ നിറയുന്നു. പിന്നീട് അങ്ങോട്ട് ഇഷ്റത് ജഹാൻ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് BJP ക്യാമ്പുകൾ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുമെന്ന് ധാരണയാകുന്നു. എന്നാൽ വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ട് ഉലഞ്ഞുകൊണ്ടിരുന്ന ഈ SITയുടെ അന്വേഷണവും എങ്ങുമെത്താതെ വഴിമുട്ടി നിൽക്കുന്നു.
ഒടുവിൽ 2011 ഡിസംബർ 1 ഈ കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കപ്പെടുന്നു. വിശദമായ അന്വേഷണത്തിന് ശേഷം 2013 ജൂലൈ 3 CBI അവരുടെ കുറ്റപത്രം കോടതി സമക്ഷം സമർപ്പിക്കുന്നു. 2004 ജൂൺ 14 പാതിരയ്ക്ക് ശേഷം, അതായത് ഇങ്ങനൊരു എൻകൗണ്ടർ നടന്നു എന്ന് പോലീസ് പറയുന്ന സമയത്ത് സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് CBI ഇതേ കുറ്റപത്രത്തിൽ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ CBI അവരുടെ കുറ്റപത്രത്തിൽ കോടതി മുൻപാകെ ബോധിപ്പിച്ചിട്ടുള്ള, കോടതി കൂടി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 2004 ഫെബ്രുവരി മാസത്തിൽ കശ്മീർ പോലീസ് ഒരു കമാൻഡോ ഓപ്പറേഷനിൽ എഹ്സാൻ ഇലാഹി എന്നൊരു ലഷ്കർ ഓപ്പറേറ്റീവിനെ വധിച്ച കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ കത്തിനെ കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അതിലെ സൂചനകളുടെ പിന്നാലെ പോയ IBക്ക് ബാബറി മസ്ജിദ് ധ്വംസനത്തിൻ്റെയും ഗുജറാത്ത് കലാപത്തിൻ്റെയും പ്രതികാരമായി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ LK അദ്വാനി എന്നിവരെ വധിക്കാൻ ലഷ്കർ പ്ലാൻ ഇടുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു. മെയിൽ നടക്കാനിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്ങാനും BJP ജയിച്ചാൽ നന്ദി സൂചകമായി അദ്വാനി നടത്താനിരുന്ന ജഗന്നാഥ് രഥയാത്രയിൽ വെച്ചാണ് അവർ ഈ അസാസിനേഷനുകൾ നടത്താൻ പ്ലാൻ ഇട്ടിരുന്നത്. CBI തങ്ങളുടെ കുറ്റപത്രത്തിൽ പറയുന്ന പ്രകാരം ഈ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ലഷ്കർ ഇ തോയ്ബ തെരഞ്ഞെടുത്ത ഓപ്പറേറ്റീവ് ആയിരുന്നു ജാവേദ് ഗുലാം മുഹമ്മദ് ഷെയ്ഖ്. ദുബൈയിൽ ബിസിനസ് കാര്യങ്ങൾക്ക് പോയി താമസിച്ച കാലത്താണ് ജാവേദ് ലഷ്കറിലേക്ക് റിക്രൂട്ട് ആവുന്നത് എന്നും CBI പറയുന്നു. തൻ്റെ കേരള പാസ്പോർട്ട് ഉപയോഗിച്ച് ജാവേദ് ദുബൈയിൽ നിന്ന് ഒമാനിലേക്ക് പോവുകയും അവിടെ വെച്ച് മുസമ്മിൽ ഭട്ട് എന്ന സീനിയർ LET ഹാൻഡ്ലറെ കാണുകയും ചെയ്തു. ഈ മീറ്റിംഗിൽ വെച്ച് മുസമ്മിൽ ജാവേദിന് ഇന്ത്യയിൽ ആ സമയത്ത് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന LET സ്ലീപ്പർ സെല്ലുകളുടെ വിവരം കൈമാറുന്നു. അവരിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തു വേണമായിരുന്നു ഈ പ്ലാൻ ജാവേദ് നടപ്പിലാക്കാൻ. ഒമാനിൽ വെച്ച് മുസമ്മിൽ ജാവേദിന് തുറായ കമ്പനിയുടെ ഒരു സാറ്റലൈറ്റ് ഫോണും വേറെ 3-4 നോക്കിയ ഫോണുകളുമൊക്കെ കൈമാറുന്നുണ്ട്. ഒപ്പം 2.5 ലക്ഷം രൂപ ക്യാഷ് ആയി നൽകുന്നു. ഇതൊക്കെ പുറമെ ഇവർ തമ്മിൽ ഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻ സുരക്ഷിതമാക്കാൻ വേണ്ടി മുസമ്മിൽ ജാവേദിനൊരു മെട്രിക്സ് ഷീറ്റ് കൂടി കൊടുക്കുന്നു. അതിൽ ഇന്ത്യയിലെ ഓരോ VIP നേതാവിനും നഗരങ്ങൾക്കുമൊക്കെ ഓരോ മറുപേര് കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് അദ്വാനിക്ക് അവർ കൊടുത്ത മറുപേര് ലാല എന്നായിരുന്നു. അതുപോലെ മോദിക്ക് പേര് മുബാറക് എന്നായിരുന്നു. ദില്ലിക്ക് പകരം മായ്ക്ക എന്നും അഹമ്മദാബാദിന് പകരം സസുരാൾ എന്നും ഒക്കെ ആയിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ കോഡ് വേർഡുകൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ ഇനി ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടാലും പെട്ടെന്നൊന്നും വിവരങ്ങൾ ചോരില്ല എന്നതായിരുന്നു സങ്കല്പം. മുസമ്മിലുമായിട്ടുള്ള ഈ മീറ്റിംഗിന് ശേഷം ജാവേദ് ഏപ്രിൽ 14 തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു. ജാവേദ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം മുസമ്മിൽ ലഷ്കറിൻ്റെ 13 ഫിദായിനുകളെ ജമ്മു കശ്മീരിലെ ബണ്ടിപ്പുര ബോർഡർ വഴി ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു. ഈ 13 പേരിൽ പിന്നീട് ഇർഷദ് ജഹാനോടൊപ്പം ജൂൺ 15 എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട സിഷാൻ ജോഹറും ഉണ്ടായിരുന്നു. നേരത്തെ എഹ്സാൻ ഇലാഹിയെ വധിച്ച സമയത്ത് IBക്ക് കത്ത് കിട്ടിയതിന് പിന്നാലെ അവർ ഒരുപാട് ഇൻ്റലിജൻസ് ഈ വിഷയത്തിൽ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവർക്ക് ഇങ്ങനൊരു 13 പേർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. ഇങ്ങനെ വരുന്നവരുടെ പേരുകൾ പോലും ഗുജറാത്ത് SIBക്ക് IB നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ഈ വിവരം SIB ഗുജറാത്ത് SCBക്ക് കൈമാറുന്നു. അവർ ഉടനെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഇന്ത്യയിലേക്ക് കടന്ന 13 ലഷ്കർ ഫിദായിനുകളിൽ ഒരാളായിട്ടുള്ള സിഷാൻ ജോഹറിന് അന്ന് താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത് അഹമ്മദാബാദിലെ വൈഷ്ണോദേവി ക്രോസിങ്ങിനടുത്തുള്ള ഗോട്ട ഹൗസിംഗ് കോളനിയിലായിരുന്നു. ഈ കോളനിയിലെ 164/165 എന്ന തൻ്റെ അക്കോമഡേഷനിലേക്ക് സിഷാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ SCBയുടെ ടീമെത്തി ആ ഫ്ലാറ്റ് മുഴുവൻ വയർ ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിനെ ഈ ബഗ്ഗുകളുടെ ലിസണിംഗ് സബ്സ്റ്റേഷനാക്കി മാറ്റി കഴിഞ്ഞിരുന്നു. അവർക്ക് വേണമെങ്കിൽ ആ നിമിഷം തന്നെ സിഷാനെ പിടികൂടാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ഈ പ്ലാനിൽ സിഷാന്റെ കൂടെയുള്ള മറ്റ് ലഷ്കർ ഓപ്പറേറ്റീവുകളെ കൂടി അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ കാത്തിരിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്ലാറ്റിലിരുന്നു കൊണ്ട് സിഷാൻ ആരോടൊക്കെ സംസാരിക്കുന്നു, അയാളെ കാണാൻ ആരൊക്കെ അവിടെ വരുന്നു, അവർ ആരൊക്കെയാണ് എന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അപ്പോൾ SCBക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇതേസമയം മെയ് മാസത്തിൽ ജാവേദ് ഷേഖ് മുംബൈയിൽ നിന്ന് ഇർഷദ് ജഹാൻ എന്ന പെൺകുട്ടിയെ തൻ്റെ പെർഫ്യൂം ബിസിനസ്സിൽ സെയിൽസ് ഗേൾ എന്ന് റിക്രൂട്ട് ചെയ്ത് ഒരു കവറിന് വേണ്ടി കൂടെ കൂട്ടിയിരുന്നു. ശേഷം ലക്നൌവിലേക്ക് പോകുന്ന ഇവർ അവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. പിന്നീട് ജാവേദ് ഫൈസാബാദ് ജില്ലയിലെ ഇബ്രാഹിംപൂരിൽ നിന്ന് ഒരു പിസ്റ്റൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. BJP ഇലക്ഷനിൽ ജയിച്ചാൽ അദ്വാനി രഥയാത്ര നടത്തും, ജഗന്നാഥിൽ ചെന്ന് അദ്ദേഹത്തെയും മോദിയും വധിക്കാം എന്നായിരുന്നല്ലോ ജാവേദിൻ്റെയും കൂട്ടരുടെയും പ്ലാൻ. എന്നാൽ 2004 മെയ് 13 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയുടെയും ലഷ്കറിൻ്റെയും എല്ലാ പ്ലാനുകളും തെറ്റി. BJPക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ല. അതോടെ അദ്വാനിയുടെ ജഗന്നാഥ് രഥയാത്രയ്ക്കുള്ള സാധ്യതയും അടഞ്ഞു പോന്നു. അതോടെ ജാവേദ് തൻ്റെ സാറ്റലൈറ്റ് ഫോണിൽ പാകിസ്ഥാനിലിരിക്കുന്ന മുസമ്മിലിനെ വിളിച്ച് കാര്യങ്ങൾ മെട്രിക്സ് കോഡ് ഭാഷയിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. लाला का बिजनेस चौपट हो गया, वो अभी जल्दी से ससुराल आएगा ऐसा नहीं लगता, लाला का काम लगता है मायके में ही करना पड़ेगा.
ലേക്കിൻ മുബാറക് ഹാസിർ ഹെ ഉസ്കാ കാം ഹോ സക്താ ഹെ. അതായത് അദ്വാനിയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു. അയാൾ ഇനി അടുത്തൊന്നും രഥയാത്ര നടത്താൻ അഹമ്മദാബാദിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അയാളെ നമുക്ക് ദില്ലിയിലിട്ട് പിടിക്കേണ്ടി വരും. മോദി പക്ഷേ ഇവിടെ ഗുജറാത്തിൽ തന്നെ അവൈലബിൾ ആണ്. എന്ന് എപ്പോൾ വേണമെങ്കിലും അയാളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് എന്ന്. ഈ റിവൈസ്ഡ് പ്ലാനിന് പാകിസ്ഥാനിൽ നിന്ന് അപ്രൂവൽ വന്നതോടെ മുസമ്മിൽ ജാവേദിന് മോദിയെ വധിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ഒരു പ്ലാൻ സംസ്ഥാനത്തിന് അകത്തു വെച്ച് തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ തന്നെ സിഷാൻ ജോഹർ വഴിക്ക് ഗുജറാത്ത് SCB അറിഞ്ഞിരുന്നു. ഇങ്ങനെ പുതിയ പ്ലാൻ ഉണ്ടായ ശേഷം ജാവേദ് ഓസ്റ്റിൻ ഓട്ടോയിലെ തൻ്റെ ഒരു സ്നേഹിതനെ കണ്ട് തനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വേണമെന്ന് പറയുന്നു. അയാൾ ജാവേദിന് MH02J4786 എന്ന നമ്പറിലുള്ള ഒരു ബ്ലൂ ഇൻഡിക്ക കാർ 1.5 ലക്ഷം രൂപയ്ക്ക് ഒപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായി ജാവേദിന് മുഖ്യമന്ത്രി മോദിയുടെ ഗാന്ധിനഗർ ഓഫീസ്, റെസിഡൻസ്, ഇത് രണ്ടിനുമിടയിലെ യാത്രകൾ ഇവയുടെ ഒരു റെക്കേ ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ജാവേദ് വീണ്ടും ഇഷ്റത് ജഹാനെ ഒരു ബിസിനസ് ട്രിപ്പിന് എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ കൊണ്ടുവരുന്നു. അഹമ്മദാബാദ് ഗണ്ടകർണ മാർക്കറ്റിനടുത്തുള്ള ഹോട്ടൽ രാജ് പാലസിൽ ഇവർ രണ്ടുപേരും 2004 മെയ് 26 രാജേഷ്, ഗീത എന്നീ കള്ളപ്പേരുകളിൽ മുറിയെടുത്ത് താമസിക്കുന്നു. ഇതിനിടയിൽ ഒരു ദിവസം സിഷാനും അംജദ് അലി എന്നൊരു ലഷ്കർ ഓപ്പറേറ്റീവുമായിട്ടുള്ള സംഭാഷണം ശ്രദ്ധിച്ചതിൽ നിന്ന് ലഷ്കർ സംഘത്തിന്റെ മിഷൻ ഡേറ്റ് അടുത്തു വരുന്ന കാര്യം SCBക്ക് മനസ്സിലാകുന്നു. ഇവരുടെ അറസ്റ്റ് ഇനിയും വൈകിച്ചുകൂടാ എന്ന് അതോടെ അവർ തീരുമാനിക്കുന്നു. സിഷാനിൽ നിന്നാണ് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് എന്നതുകൊണ്ട് അയാളെ അവസാനം പിടികൂടാം എന്നായിരുന്നു ധാരണ. 2004 മെയ് 26 അഹമ്മദാബാദിൽ വെച്ച് ആദ്യം പിടിയിലാവുന്നത് അംജദ് അലിയാണ്. ഒരു ഓട്ടോറിക്ഷയിൽ ബ്രീഫ് കേസുമായിട്ട് പോയിക്കൊണ്ടിരിക്കെ ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിന്റെ ACP ഡോക്ടർ NK അമീനും സംഘവും ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. അന്ന് അയാളെ ബ്രീഫ് കേസിൽ സാറ്റലൈറ്റ് ഫോൺ അടക്കമുള്ള തെളിവുകളോടെ പിടികൂടിയെങ്കിലും ഗുജറാത്ത് DCBയുടെ ഓഫീസർമാർ ഈ അറസ്റ്റ് ഒഫീഷ്യലി എവിടെയും രേഖപ്പെടുത്തുന്നില്ല. അന്ന് അംജദ് അലി ഇങ്ങനെ പിടിക്കപ്പെട്ട വിവരം സിഷാനോ ജാവേദോ അറിയുന്നുമില്ല. ഇയാളെ പോലീസ് കോബ സർക്കിളിനടുത്തുള്ള അർഹാം ഫാം ഹൗസിൽ പോലീസ് ബന്ദോബസ്തിൽ ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്ന് ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിലെ GL സിംഗാൽ, NK അമീൻ, PP പാണ്ഡെ, തരുൺ ബറോട്ട്, DG വൻസാര തുടങ്ങി പലരും ഈ ഫാം ഹൗസിലേക്ക് നിരന്തരം വന്നു പോയിക്കൊണ്ടിരുന്നു. അടുത്തതായിട്ട് പിടികൂടാനുണ്ടായിരുന്നത് ജാവേദിനെ ആയിരുന്നു. തൻ്റെ ഇൻഡിക്ക കാറും കൊണ്ട് അയാൾ അപ്പോഴേക്കും കേരളത്തിൽ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഇരിക്കുമ്പോൾ ജാവേദിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഒരു PCOയിൽ നിന്ന് ഒരു കോൾ വരുന്നു. അയാൾ അപ്പോൾ തന്നെ അതേ കാറിൽ ഗുജറാത്തിലേക്ക് മടങ്ങി പോകുന്നു. ഈ ഒരു കോൾ ജാവേദിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഗുജറാത്ത് പോലീസിന്റെ ഏതൊരു ഇൻഫോമറാണ് ചെയ്തത് എന്നും CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മടങ്ങി വരുന്ന ജാവേദ് വഴിയിൽ മാലേഗാവിൽ ചെന്ന് ഇഷ്റത്തിനെയും കൂടെ കൂട്ടുന്നു. ഇവർ രണ്ടുപേരും കൂടി ജൂൺ 12 അഹമ്മദാബാദ് ലക്ഷ്യമിട്ടുകൊണ്ട് ആ ഇൻഡിക്കയിൽ വരുന്ന വഴിക്ക് അഹമ്മദാബാദിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയുള്ള വസറ്റ് ടോൾ പ്ലാസയിൽ കാത്തിരുന്ന ACP NK അമീനും സംഘവും അവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് CBI പറയുന്നത്. ഈ രണ്ടുപേരുടെ അറസ്റ്റും അപ്പോൾ ഗുജറാത്ത് SCB രേഖപ്പെടുത്തുന്നില്ല. ഇവരെ അഹമ്മദാബാദിലെ കോട്ടിയാർ ഫാം ഹൗസ് എന്നൊരു സ്വകാര്യ പ്രോപ്പർട്ടിയിൽ പോലീസ് ബന്ദോബസ്തോടെ പാർപ്പിക്കുന്നു. അടുത്ത ദിവസം ജൂൺ 13 അവസാനത്തെ പ്രതിയായ സിഷാൻ ജോഹറിനെ കൂടി പോലീസ് പിടികൂടി ഗോഡിയാർ ഫാമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ 4 പേരും കസ്റ്റഡിയിൽ വന്നതിന് പിന്നാലെ കൃത്യമായൊരു എൻകൗണ്ടർ പ്ലാൻ തന്നെ രചിക്കപ്പെടുന്നു. വെടിവെച്ച് കൊന്ന ശേഷം FIRൽ എന്തെഴുതണം, ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തായിരിക്കണം എൻകൗണ്ടർ സീക്വൻസ്, ഇതൊക്കെയും കൃത്യമായിട്ട് പരാമർശിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് നേരത്തെ കൂടി തയ്യാറായിരുന്നു. ആരൊക്കെ വെടിയുതിർത്തു, എത്ര റൗണ്ട് വെടിപൊട്ടി എന്ന കോളം മാത്രമാണ് നേരത്തെ സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്നത്. അങ്ങനെ കൃത്യമായൊരു പ്ലാനിങ്ങോടെ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം ഗുജറാത്ത് DCB സംഘം സിഷാൻ, ജാവേദ്, ഇഷ്റത്ത് എന്നിവരെ കൈകൾ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് ബ്ലൂ ഇൻഡിക്ക കാറിൽ കയറ്റി എയർപോർട്ട് റോഡിൽ കോട്ടാർപൂർ വാട്ടർ വർക്ക്സിന് അടുത്തേക്ക്, അതായത് നമ്മുടെ സീൻ ഓഫ് ക്രൈമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ കാർ ഡിവൈഡറിന്റെ സൈഡിലേക്ക് ഇടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും ഒരു ടൊയോട്ട കോളിസ് കാറിൽ അംജദ് അലിയെയും പോലീസുകാർ അവിടേക്ക് എത്തിക്കുന്നു. ഈ അംജദ് അലിയെ അവർ നേരെ ഡിവൈഡറിന്റെ അടുത്ത് കൊണ്ട് നിർത്തുന്നു. അങ്ങനെ കൊല്ലപ്പെടാനുള്ള 4 പേരും അവരുടെ അന്ത്യം അടുത്തപ്പോഴേക്കും എത്തേണ്ടിടത്തേക്ക് കൃത്യമായിട്ട് എത്തിക്കപ്പെടുന്നു. അതിനുശേഷം പോലീസ് ജാവേദിനെ കെട്ടഴിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുത്തുന്നു. ഇഷത്തിനെ കോ പാസഞ്ചർ സീറ്റിലും സിഷാനെ പിൻ സീറ്റിലും പിടിച്ചിരുത്തുന്നു. അതിനു പിന്നാലെ അവിടെ ഒത്തുകൂടിയ പോലീസ് ഓഫീസർമാർ മുൻകൂർ നിശ്ചയിച്ച പ്രകാരം ഇവർ 4 പേർക്കും നേരെ തുരുതുര വെടിയുതിർക്കുന്നു. 4 പേരും ഓൺ ദി സ്പോട്ട് കൊല്ലപ്പെടുന്നു. ഈ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മോഹൻ നാഞ്ചി വെടിവെക്കാൻ വിസമ്മതിക്കുന്നു. എന്നോടിവിടെ ബന്ദോബസ്തിന് വരാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, വെടിവെക്കാനല്ല എന്ന് നാഞ്ചി പറഞ്ഞപ്പോൾ അയാളോട് ശുഭിതനാകുന്ന മേലുദ്യോഗസ്ഥൻ നീ പിന്നെ ഇവിടെ മുജറ കളിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചുവെന്നും CBI കുറ്റപത്രത്തിലുണ്ട്. 4 പേരും കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ച ശേഷം ഗുജറാത്ത് പോലീസ് അവരുടെ കൈകളിൽ മുൻ നിശ്ചയിച്ച പ്രകാരം ആയുധങ്ങൾ പിടിപ്പിക്കുന്നു.
പിന്നീട് കണ്ടെടുക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ള ബാക്കി സംഗതികളും കാറിനുള്ളിൽ പ്ലാൻ ചെയ്യുന്നു. ഈ മുഴുവൻ ഓപ്പറേഷനും 2004 ജൂൺ 15 പുലർച്ചെ 4 മണിയോടെ പൂർത്തിയാവുന്നു. തങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞ സകല വിവരങ്ങളും വെച്ച് CBI ഒടുവിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോൾ അതിൽ പേര് പരാമർശിച്ചിരുന്ന ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നൊന്നായിട്ട് CBI അറസ്റ്റിലാവുന്നു. തന്നെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് TG വൻസാര സർവീസിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. തന്റെ രാജിക്കത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ചില പരാമർശങ്ങൾ പോലും വൻസാര അന്ന് നടത്തുന്നുണ്ട്. CM മോദിയെക്കുറിച്ച് അദ്ദേഹം തന്റെ ആ കത്തിൽ പറഞ്ഞു വെച്ചത് മൈ ഗോഡ് ഹാസ് ബിട്രേഡ് മീ എന്നാണ്. ഈ കേസിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നാം. ഈ വ്യാജ ഏറ്റുമുട്ടൽ കേസ് ഒരു പരിധിവരെ CBI IB പോരായിട്ട് പോലും പിന്നീട് മാറുന്നുണ്ട്. കേസിൽ ഗുജറാത്ത് പോലീസിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന കുറ്റത്തിന് സ്റ്റേറ്റ് IBയിലെ ചില ഓഫീസർമാർക്കെതിരെ പോലും CBI അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ നിയമവശം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് സർവീസിൽ അല്ലെങ്കിൽ സെൻട്രൽ സർവീസിലുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയിലിരിക്കെ എന്തെങ്കിലും ഒരു കുറ്റം പ്രവർത്തിച്ചു എന്ന് വരികയാണെങ്കിൽ അതേപ്പറ്റി ഏത് സ്റ്റേറ്റ് ഏജൻസി വെച്ചായാലും അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ CRPC സെക്ഷൻ 197 പ്രോസിക്യൂഷൻ ഓഫ് ജഡ്ജസ് ആൻഡ് പബ്ലിക് സർവൻസ് പ്രകാരം അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി തേടേണ്ടതുണ്ട്. അതിനുള്ള സമയമായപ്പോഴേക്കും 2014 മെയ് 16 കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തി. ഗുജറാത്തിൽ അല്ലെങ്കിൽ തന്നെ BJP ഭരണമാണുള്ളത്. ഈ CRPC സെക്ഷൻ പ്രകാരം മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ട അനുമതി പിന്നീട് അങ്ങോട്ട് ഇരു ഗവൺമെൻറ്റുകളും കൊടുക്കുന്നതേയില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള സകല പോലീസ് ഉദ്യോഗസ്ഥരും നടപടിക്രമങ്ങളുടെ നൂൽപ്പഴുതുകൾ പ്രയോജനപ്പെടുത്തി ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നു. ഇഷത് ജഹാന്റെ അമ്മ ഷമീമയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കേസിന് പിന്നാലെ പോകുന്നതിൽ നിന്ന് മടുത്തു പിൻവാങ്ങുന്നു. ഇഷത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കൊലക്കേസ് അങ്ങനെ തേഞ്ഞുമാഞ്ഞില്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ജനാധിപത്യത്തിൽ ആത്യന്തികമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് സത്യമാണ്. സത്യത്തിന് ഒരിക്കലും ഏറെക്കുറെയെന്നോ ഭാഗികമെന്നോ എന്ന മട്ടിൽ ഒരു നിലനിൽപ്പില്ല. സത്യമെന്നും പരിപൂർണമായിരിക്കണം. എത്രമേൽ കണ്ണു പൊള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് സദാ അങ്ങനെ തന്നെ നിലനിൽക്കണം. ജാവേദ് ഗുലാം മുഹമ്മദ് ഷേഖ് എന്ന പ്രാണേഷ് കുമാർ പിള്ളയുടെ അച്ഛൻ ഗോപിനാഥ പിള്ളയെ ചോദ്യം ചെയ്യാൻ അഹമ്മദാബാദിലേക്ക് വിളിച്ചു വരുത്തിയ ഗുജറാത്ത് പോലീസ് അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഡു യു ഹാവ് എനി ഡോക്യുമെന്റ്സ് ടു പ്രൂവ് യുവർ സൺ വാസ് നോട്ട് എ ടെററിസ്റ്റ് എന്നായിരുന്നു. നിങ്ങളുടെ മകൻ ഒരു ഭീകരവാദി അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ പക്കൽ രേഖകൾ വല്ലതുമുണ്ടോ എന്ന്. ആ ഹതഭാഗ്യന്റെ പക്കൽ അതിനൊരു ഉത്തരമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു പൗരൻ ഭീകരവാദിയാണ് എന്ന് ഭരണകൂടത്തിന് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത, തെളിവുകൾ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്വം അതങ്ങനെ ആരോപിക്കുന്ന ഗവൺമെൻറ്റിൻ്റേത് മാത്രമാണ്. ഒരാൾ എങ്ങനെയാണ് തൻ്റെ നിരപരാധിത്വത്തിനുള്ള തെളിവുകൾ ഹാജരാക്കുക എന്ന് ഗോപിനാഥ പിള്ള പിന്നീട് ചോദിക്കുന്നുണ്ട്. ആ അച്ഛൻ തൻ്റെ മകനെ അവസാനമായിട്ട് ജീവനോടെ കണ്ടത് 2004 ജൂൺ 5 ഭാര്യ സാജിദയ്ക്കും 3 മക്കൾക്കുമൊപ്പം പ്രാണേഷ് മുംബൈയിൽ നിന്ന് തൻ്റെ നീല ഇൻഡിക്ക കാർ ഓടിച്ച് ആലപ്പുഴയ്ക്ക് വന്നപ്പോഴായിരുന്നു ആ കൂടിക്കാഴ്ച. കുറച്ചു ദിവസം അച്ഛനോടൊപ്പം കഴിഞ്ഞ ശേഷം അവർ അതേ കാറിൽ മടങ്ങിപ്പോയി. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു വട്ടം കോയമ്പത്തൂരിൽ നിന്ന് പ്രാണേഷ് അച്ഛനെ വിളിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്നും പിന്നെ അവസാനമായി അഹമ്മദ് നഗറിൽ നിന്നും അയാൾ വിളിച്ചു. തിരിച്ചുപോയി 4ാമത്തെ ദിവസം മരുമകൾ സാജിദയുടെ ഒരു കോൾ ഗോപിനാഥ പിള്ളയ്ക്ക് വരുന്നുണ്ട്. തൻ്റെ ഭർത്താവ് എങ്ങാനും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാനായിരുന്നു ആ കോൾ. സാജിദയെ അവളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വർക്ക്ഷോപ്പിലേക്കൊന്നും പറഞ്ഞ് പോയതാണ് അവളുടെ ഭർത്താവ്. ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് 4-5 അജ്ഞാതർ ആ ഇൻഡിക്കയിലേക്ക് ഇരച്ചു കയറി അയാളെ തട്ടിക്കൊണ്ടുപോയതിന് ദൃക്സാക്ഷികളുണ്ട് എന്നാണ് പിള്ള ഓപ്പൺ മാഗസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭയം കൊണ്ട് അവരാരും തന്നെ മൊഴി കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നും പിള്ള ഇതേ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. തൻ്റെ മകൻ ഒരു ഭീകരവാദി അല്ല എന്ന് ആ അഭിമുഖത്തിൽ ആണയിട്ട് പറഞ്ഞ് 6 വർഷത്തിനിപ്പുറം ഗോപിനാഥ പിള്ളയും ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഗോപിനാഥ പിള്ള സഞ്ചരിച്ച മാരുതി 800 കാറിന് പിന്നിൽ ഒരു ട്രക്ക് വന്നിടിക്കുകയായിരുന്നു. അതോടെ നിയന്ത്രണം വിട്ട ആ കാർ എതിരെ വന്ന മറ്റൊരു ട്രക്കുമായിട്ട് വീണ്ടും കൂട്ടിയിടിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗോപിനാഥ പിള്ള സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. അന്ന് ഈ മരണത്തിൽ ദുരൂഹത പലരും ആരോപിച്ചിരുന്നുവെങ്കിലും അതെല്ലാം പിന്നീട് കെട്ടടങ്ങി. അതുപോലെ ഈ കേസിൽ ഗുജറാത്ത് സർക്കാരിനെതിരെ നിലപാടെടുത്ത പല ഉന്നത ഉദ്യോഗസ്ഥരും പിന്നീട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗുജറാത്ത് കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള സതീഷ് ചന്ദ്ര വർമ്മ ഇഷത് ജഹാൻ ഫേക്ക് എൻകൗണ്ടർ കേസിൽ ഗുജറാത്ത് ഗവൺമെന്റിനെതിരായിട്ട് നിലപാടെടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ആകാൻ 1 മാസം മാത്രം അവശേഷിക്കെ 2022 ഓഗസ്റ്റ് 30 ഒരു ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകി എന്നാരോപിച്ച് കേന്ദ്രം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഈ കേസിൽ ഗുജറാത്ത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിന്ന പലർക്കും കാര്യമായ നേട്ടങ്ങൾ കരിയറിൽ ഉണ്ടായിട്ടുമുണ്ട്. അവശേഷിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമാണ്. ഹെഡ്ലിയും
ഗുജറാത്ത് പോലീസും SIBയും SCBയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തു എന്ന് തന്നെ കരുതുക. ഇസ്രത് ജഹാനും ജാവേദ് ഷെയ്ഖും അടക്കമുള്ള 4 പേരും ലഷ്കർ ഓപ്പറേറ്റീവുകൾ തന്നെ ആയിരുന്നുവെന്നും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇങ്ങനെയൊരു സ്റ്റേജ് എൻകൗണ്ടർ ആണോ? ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്ര കണ്ട് മന്ദഗതിയിലാണ് എന്ന് ആക്ഷേപിച്ചാലും പോലീസും വക്കീലും ജഡ്ജിയും ആരാച്ചാരും എല്ലാം ഒന്നാകുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എത്ര കണ്ട് ശുഭോദർക്കമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നതിൽ നേരിയൊരു സ്വാർത്ഥത കൂടിയുണ്ട്. നാളെ തോക്കിൻ മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് നമ്മളാകാം, നമ്മുടെ ഉറ്റവരാകാം. അന്ന് ചിലപ്പോൾ ഇൻസ്റ്റന്റ് ജസ്റ്റിസിന് വേണ്ടി വാദിക്കാൻ നമുക്ക് സാധിച്ചെന്നു വരില്ല. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.